അമേരിക്കയിലെ ഷിക്കാഗോയിൽ കഴിഞ്ഞ ആഴ്ച ലോക മുസ്ലിം സമ്മേളനം നടന്നു. അതിൻ്റെ അതിശയിപ്പിക്കുന്ന പ്രത്യേകതകൾ ലോകാന്തര വാർത്താ പ്രാധാന്യത്തോടു കൂടി തന്നെ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ജൂൺ മാസം 27-ാം തീയതി, കഴിഞ്ഞ മാസത്തിലെ 27-ാം തീയതിയിലാണ് അന്താരാഷ്ട്ര പീസ് കോൺഫറൻസ്, സമാധാന സമ്മേളനം എന്ന് പേരിട്ടുകൊണ്ട് വേൾഡ് തബ്ലീഗ് ജമാഅത്ത് ലോക മുസ്ലിം സമ്മേളനം അമേരിക്കയിലെ ഷിക്കാഗോ നഗരയിൽ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തുന്നത്. ആത്മീയ ഗുരുത്വ പ്രഭാഷണം അതിൽ ഏറ്റവും പ്രാധാന്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. മൗലാന മുഹമ്മദ് സദ് കത്ലവിയാണ് അതിന് പ്രാധാന്യമായി നേതൃത്വ നിരയിൽ വന്നുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ, ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളും സ്ഥിതി കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരണം നൽകിയത്. എന്താണ് ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമുള്ള ഒരു പരിപാടി ഇത്രയും പ്രാധാന്യത്തോടു കൂടി രണ്ടാമത്തെ തവണയാണ് ചർച്ചയാകുന്നത് എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സംഭവം നടക്കുന്നത് ഇതിനു മുൻപ് നടന്ന ഒരു സർവ്വമത സമ്മേളനം വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത് നമ്മുടെ രാജ്യത്തിനൊക്കെ വലിയ അഭിമാനമുണ്ടായതാണ്. ലോകാടിസ്ഥാനത്തിൽ ഇപ്പോഴും അദ്ദേഹം പറയപ്പെട്ട കാര്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ആ വചനങ്ങളും ആ പ്രവർത്തികളും യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. 1893 സെപ്റ്റംബർ 11-ാം തീയതിയാണ് ഷിക്കാഗോയിൽ നടത്തിയിരിക്കുന്ന സർവ്വമത സമ്മേളനത്തിൽ ഇന്ത്യ പ്രതിനിധിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പങ്കെടുക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞ സമയത്ത് 132 വർഷം മുൻപ്. അദ്ദേഹം സാധാരണഗതിയിൽ യൂറോപ്യന്മാരുടെ ഒരു പ്രത്യേക ശൈലി എന്ന് പറഞ്ഞാൽ, അവർ സംബോധന ചെയ്യുന്ന സമയത്ത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന വാക്കുകളാണ് പ്രയോഗിക്കുക. മുൻപ് കാലങ്ങളിലൊക്കെയാണ് പ്രയോഗിച്ചത്, ഇപ്പോഴും ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ സ്വാമി വിവേകാനന്ദൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളൊന്നും ആയിരുന്നില്ല ഈ ഷിക്കാഗോ സമ്മേളനം നടക്കുന്നവരെ. അദ്ദേഹം പ്രസംഗിക്കുക എന്ന് പറഞ്ഞത് അത് വളരെ കുറവായി മാത്രം ചെയ്യുന്നതാണ്. ഗ്രന്ഥങ്ങളാണ് അയാൾക്ക് കൂടുതലുണ്ടായിരുന്നത്. 35-ാം വയസ്സിലാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. അദ്ദേഹം സംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രയോഗിച്ചു എന്നുള്ളതാണ്: സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, എൻ്റെ അമേരിക്കയിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ. അതാണ് സംബോധനം. അന്ന് വരെ യൂറോപ്യന്മാർ കേൾക്കാത്ത ഒരു ഭാഷയായിരുന്നു, വാക്കായിരുന്നു അന്നാ പ്രയോഗിച്ചത്. കുറച്ചുകൂടി മാനസികമായ രീതിയിൽ മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രയോഗമായിട്ട് പിന്നീട് ന്യൂയോർക്ക് ടൈംസ് പോലും അതിനെ അംഗീകരിക്കപ്പെട്ടു എന്നാണ് പിൽക്കാലത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടൊക്കെ. പിന്നീട് പല നേതാക്കന്മാർ പ്രസംഗിക്കുന്ന സമയത്ത്, ലീഡർഷിപ്പുള്ള രാഷ്ട്ര തലവന്മാർ പ്രസംഗിക്കുമ്പോഴൊക്കെ പിന്നീട് ഉപയോഗിക്കുന്നതൊക്കെ ഈ വാക്കാണ്, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. അതിൻ്റെ സംവിധാനം ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ സൃഷ്ടിപ്പ് നടത്തിയത് സ്വാമി വിവേകാനന്ദനാണ്. അതൊരു സർവ്വമത സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ പറയപ്പെട്ട സ്ഥലത്താണ്, ഷിക്കാഗോയിൽ വെച്ചിട്ടാണ്. 132 വർഷം മുമ്പാണ്, 1893. ഇപ്പൊ രണ്ടാമതും സമാനമായ രീതിയിലുള്ള ഒരു സർവ്വമത സമ്മേളനം അവിടെ നടക്കുന്നു. വളരെ ചരിത്രപരമായിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അവർ ലോകത്തോട് സംസാരിക്കുന്നു. അതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. വേൾഡ് ഇസ്ലാമിക് കോൺഫറൻസ്, പീസ് എന്ന് പറഞ്ഞിട്ടാണ് അത് സമാധാനമായിരിക്കുന്ന ലോക സമ്മേളനമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴത്തെ അമേരിക്കക്കുള്ള പ്രത്യേകതകൾ, നമ്മൾ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ മുൻപ് കാലത്തിനേക്കാളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മുസ്ലിം സ്വാധീനം ഈ മേഖലയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന സമയത്ത് വേൾഡ് മുസ്ലിം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു സമ്മേളനം നടത്താൻ വേണ്ടി അനുമതി നൽകി എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. 20,000 ആളുകളെങ്കിലും ആ ദിവസത്തെ പരിപാടിയിൽ പങ്കെടുത്ത് 27 മുതൽ 29 വരെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. അതിൽ ആദ്യത്തെ അത് ഹാളിൽ അത്രയും വിശാലമാക്കപ്പെട്ട ഒരാളിലാണ്. 20,000 ആളുകൾ മെമ്പർഷിപ്പായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. അവിടുത്തെ ജനസംഖ്യാനുപാതികമായ രീതിയിൽ നമ്മൾ പറയുന്ന സമയത്ത് ക്രിസ്തീയ മെജോറിറ്റി ഉള്ള രാജ്യമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അവരുടെ ആശയങ്ങളും അവരുടെ നിലപാടുകളാണ് പല ഘട്ടങ്ങളിലും പറയാറുള്ളത്. സത്യപ്രതിജ്ഞയിൽ പോലും ചില പരാമർശങ്ങളൊക്കെ ക്രിസ്തീയ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിക്കാറുണ്ട്. പക്ഷേ മുസ്ലിം ജനസംഖ്യ ഓരോരോ വർഷവും വലിയ രീതിയിൽ കൂടി വരുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയായിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ പലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രക്ഷോഭം നടത്തിയ രണ്ടാമത്തെ രാജ്യം അമേരിക്കയാണ്. ബ്രിട്ടനാണ് ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ അണിനിരന്നുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം നടത്തിയത് സർക്കാരിനെതിരെ, ഈ ഗസയിലെ കൂട്ടക്കുരുതിക്കെതിരെ, ഇസ്രായേലിനെതിരെ. രണ്ടാമത് 3 മുതൽ 6 ലക്ഷത്തോളം
ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെയും അമേരിക്കൻ സർക്കാരിനെതിരെയും പ്രക്ഷോഭം നടത്തിയ രണ്ടാമത്തെ രാജ്യത്തിൻ്റെ പേര് അമേരിക്ക എന്നുള്ളതാണ്. അത് മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാവരും നാനാ വിഭാഗങ്ങളും ചേർന്നുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായിരുന്നു, പ്രതിഷേധമായിരുന്നു അന്ന് നടത്തി. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യമായിട്ട്. ജനസംഖ്യാ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 2007 2.35 മില്യൺ മുസ്ലിങ്ങളാണുള്ളത്. 2011 അത് 2.75 ആയി. 2017 അത് 3.45 ആയി. 2020 അവസാനത്തെ സെൻസസ് പ്രകാരം നോക്കുന്ന സമയത്ത് 4.45 മില്യൺ മുസ്ലിങ്ങളുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം അമേരിക്കയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ പള്ളികൾ 3753 മുസ്ലിം പള്ളികൾ ഇപ്പോൾ നിലവിൽ അമേരിക്കയിലുണ്ട്. അതിനുശേഷം പറയുന്നത് 1000-ഓളം പള്ളികളുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ നടന്നു വരുന്നു എന്നുള്ളതാണ്. ഇത് താരതമ്യം ചെയ്യുന്നുണ്ട്. ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് അമേരിക്കയുടെ രാഷ്ട്രീയത്തിലും രാജ്യ സംവിധാനത്തിലും അവരുടെ ഗവൺമെൻറ് തലത്തിലും വലിയ സ്വാധീനമുള്ള വിഭാഗമാണ് ജൂത വിഭാഗം എന്ന് പറയുന്നത്. ആ ജൂത വിഭാഗത്തിന് അവിടെ 3580 സെനഗോഗുകൾ മാത്രമാണ് ഉള്ളത്. ആ സമയത്താണ് മുസ്ലിങ്ങളുടെ പള്ളി 3753 ആയിട്ട് ഉയരുന്നത്. ജനസംഖ്യാനുപാതികമായ രീതിയിൽ ഈ ജൂതന്മാരെ അപേക്ഷിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ട് എന്ന് പറയുന്നു. 2010 ശേഷം 31% വർധനവാണ് മുസ്ലിങ്ങൾക്കും മുസ്ലിം മതസ്ഥാപനങ്ങൾക്കും അവിടെ ഉണ്ടായത് എന്നൊരു പ്രത്യേകതയുണ്ട്. 62% ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറഞ്ഞാൽ അവരിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. സംയുക്തമായി ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞ സമയത്താണ് 62%. അതല്ലാതെ ഇപ്പോൾ കാത്തോലിക്ക വിഭാഗമായിട്ട് അല്ലെങ്കിൽ സുറിയാനി വിഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ മാറുന്ന സമയത്ത് സിറിയൻ കാത്തോലിക്ക എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗമുണ്ട്. ഇങ്ങനെ മാറുന്ന സമയത്ത് അത് ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ ചെതറിപ്പോവും. മൊത്തത്തിൽ പറഞ്ഞ 62%. മറ്റൊരു പ്രത്യേകത 29% മതരഹിതരാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതിന് മറ്റൊരു ഭാഗം പറയുന്നത് മതരഹിതരായിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അതിലേക്ക് വരാൻ വലിയ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് മതത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് അവരുടെ മാനസികപരമായിരിക്കുന്ന പരിവർത്തനം ഉണ്ടാകുന്നു എന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നു. പല ക്രിസ്ത്യൻ ചർച്ചുകളും അത് മുസ്ലിം പള്ളിയായിട്ട് മാറുന്ന ഒരു പ്രത്യേകതയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടു കൂടി മുസ്ലിമിലേക്ക് പോകുന്നു. മാത്രമല്ല ചില ക്രിസ്ത്യൻ പള്ളികളൊന്നും ആരാധന നടത്താതിരിക്കുന്നു. അത് വ്യക്തിപരമായ രീതിയിലുള്ള ഈ ചർച്ചുകളൊക്കെ ഉണ്ടാവും, അവർ വിൽപ്പന നടത്തുന്നു, മുസ്ലിങ്ങൾ അത് വിലക്ക് വാങ്ങുന്നു, അവിടെ പള്ളിയാക്കി മാറ്റുന്നു. ഇത്തരം പ്രവർത്തികളൊക്കെ അവിടെ നടക്കുന്നു എന്ന ചില റിപ്പോർട്ടുകളും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരികയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ 132 വർഷം മുമ്പ് ചർച്ച ചെയ്യപ്പെട്ട മതസൗഹാർദ്ദത്തിൻ്റെ കൂട്ടായ്മയിലെ പ്രധാന വ്യക്തികളെ പോലെ തന്നെ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദന് ശേഷം മൗലാന മുസാദ് കന്ദ്ലനിയെയും ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ സാരാംശം. അപ്പോൾ മുമ്പെന്നും ഈ മുസ്ലിം ഐക്യത്തോടു കൂടിയുള്ള ഒരു കോൺഫറൻസ് പോലെയുള്ള സംവിധാനത്തിനൊന്നും ഗവൺമെൻറ് അനുമതി നൽകുന്നില്ല. അവരൊക്കെ മാറ്റി നിർത്തും. അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുസ്ലിങ്ങളെ അങ്ങനെ ഒതുക്കി നിർത്തുന്ന പരിപാടിയുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനോടനുബന്ധിച്ചിട്ട് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അത് മുസ്ലിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിലേക്കാണ്. അത് എടുത്തു പറയപ്പെട്ട കാര്യം, മുസ്ലിം ഏരിയകൾ ചില മേഖലയിലൊക്കെ മുസ്ലിങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ സ്വാധീനമുള്ള ഏരിയകളുണ്ട്. ആ ഏരിയകളൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അധികാരത്തിലേറുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അതിന് പരിഹാരം ഉണ്ടാക്കും എന്നാണ്. പരിഹാരം ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഈ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാട് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റുമാർ എത്തി എന്നുള്ളത് പോലെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാതിരിക്കാനൊന്നും പറ്റില്ല, മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല. വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇപ്പോൾ യഥാർത്ഥത്തിൽ ബ്രിട്ടനും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളും മുസ്ലിം പരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചില റിപ്പോർട്ടുകളൊക്കെ മലയാളത്തിൽ ചില ചാനലുകളൊക്കെ ഇതിനു മുമ്പ് നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് 2035 സമയത്ത് ബ്രിട്ടൻ ഒരു ഇസ്ലാമിക രാജ്യമായാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന തരത്തിലേക്കാണ്. അത്ര രീതിയിലുള്ള ഒഴുക്കാണ് ഇസ്ലാമിക ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ രേഖയായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്കുള്ള താല്പര്യം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ ബ്രിട്ടനിൽ തന്നെ ഇതിൻ്റെ മുമ്പ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്രാദേശികമായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട് പറയുന്നത്
നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ ചർച്ചുകൾ, അതേപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളൊക്കെ ഇപ്പോൾ വിൽപ്പന നടത്തുന്നു. അത് പള്ളിയായിട്ട് മാറുന്നു. അതല്ലെങ്കിൽ ഈ മതവിശ്വാസികൾ, മുസ്ലിം മതവിശ്വാസികൾക്ക് വിൽപ്പന നടത്തുന്നു. അല്ലെങ്കിൽ ആ ടീം അങ്ങനെ തന്നെ കൂട്ടത്തോടു കൂടി പരിവർത്തനം ചെയ്യുന്നു. എന്നിട്ട് പള്ളിയായി മാറുന്നൊരു സ്ഥിതി വിശേഷം നിലവിലുണ്ട്. കാര്യം ഇത് കൊണ്ടു നടക്കാനും ആരാധിക്കാനും ആളുകളില്ലാത്ത പല ഏരിയകളും ബ്രിട്ടനിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വലിയൊരു മാറ്റമാണ്, പരിവർത്തനമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം ലോകം ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിലെ ഒരു സർവ്വമത സമ്മേളനം അല്ലെങ്കിൽ അന്താരാഷ്ട്ര ലോക മുസ്ലിം സമ്മേളനം നടത്തിയാൽ, പ്രത്യേകിച്ച് തുർക്കിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടത്താറുണ്ട്, തബ്ലീഗ് സമ്മേളനമൊക്കെ തുർക്കിയിലൊക്കെ വരാറുണ്ട്. അതൊന്നും അങ്ങനെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടാറില്ല, അങ്ങനെ ഒതുങ്ങി പോകാറില്ല. സാധാരണ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇത്ര രാജ്യത്തിലെ പ്രതിനിധികളൊക്കെ പങ്കെടുത്തു. ഇതിൽ ഏകദേശം 100 രാജ്യത്തിന്റെ അടുത്തോളം പ്രതിനിധികൾ പങ്കെടുത്തു എന്ന് ഈ റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. പല രാജ്യങ്ങളുടെ പേര്, നൈജീരിയ, കാനഡ, ജപ്പാൻ, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ രാജ്യങ്ങളുടെ പേരും ലിസ്റ്റും അതിൽ പങ്കെടുത്ത ആൾക്കാരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ സർവ്വമതത്തിൽ ലോകാടിസ്ഥാനത്തിലുള്ള ആളുകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ സമ്മേളനം സാധാരണ രീതിയിൽ നടത്തുകയാണെങ്കിൽ അമേരിക്കയുടെ ഗവൺമെന്റ് കീഴിലൊക്കെയാണ് നടത്താറുള്ളത്. അതാണ് നമ്മൾ മുൻപ് പറയപ്പെട്ട സ്വാമി വിവേകാനന്ദ പങ്കെടുത്ത പരിപാടി എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു മുസ്ലിം ജമാഅത്ത്, ഒരു ലോക മുസ്ലിം സമ്മേളനമായിട്ട് തബ്ലീഗ് വേൾഡ് കമ്മിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനം നടത്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്ഭുതകരമായിരിക്കുന്ന സംഭവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ സൊഹ്റാൻ മംദാനി എന്ന മുസ്ലിം കാൻഡിഡേറ്റ് ആണ് ന്യൂയോർക്കിലെ മേയറായിട്ട് അധികാരത്തിലേറാൻ വേണ്ടി വരുന്നത്. ഇത് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ മുന്നേറ്റം ഉണ്ടാകുക എന്ന് പറയുന്നത് ഇത്രയും വലിയ രീതിയിൽ ഭരണത്തിലെ ഏറ്റവും സ്ഥിരാകേന്ദ്രത്തിൻ്റെ കസേരയിലേക്ക് ഒരു മുസ്ലിമിനെ പ്രതിഷ്ഠിക്കാൻ മാത്രം ആ രാജ്യം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. സർവ്വ മേഖല, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലൊക്കെ വലിയ മുന്നേറ്റം. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ വിമർശിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ സംസാരിച്ചത്. പക്ഷേ ആ സംസാരിക്കുന്ന സമയത്തൊക്കെ പൗരത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കുറച്ചുകൂടി പരാമർശിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീഷണിയായിരിക്കും ഇത്തരം ആളുകൾ കയറിയാൽ എന്നതാണ് ട്രംപിനെ പോലും അസ്വസ്ഥതാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനം ലോക ശ്രദ്ധിക്കപ്പെടുന്നു. ആ ശ്രദ്ധയുമായിട്ട് ബന്ധപ്പെട്ട് 100 വർഷം മുമ്പ് പോലും നടന്നിരിക്കുന്ന സമ്മേളനത്തിനെ കമ്പയർ ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തി എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും തബ്ലീഗ് വേൾഡിൻ്റെ വലിയ മുന്നേറ്റമാണ് ഇവിടെ പ്രകടമായത് എന്നുള്ളത് കൃത്യമായിരിക്കുന്ന സത്യമാണ്.